വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കല്യാണ വീഡിയോ ആണ്. ആയിരുന്നു ഞാൻ ഡ്രസ്സൊക്കെ കാണിച്ച് പട്ടി ഷോട്ടുണ്ട് എന്തിനതോ എന്താ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എല്ലാം മാറ്റലും കഴിഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ ബാഗ് തിരഞ്ഞ് നടക്കണം. ഈ ഡ്രസ്സൊക്കെ മാച്ചായ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കവേടുന്നത് തപ്പി എടുത്ത് അങ്ങനെ അത് എടുത്തിട്ട് ഞാൻ അതിൻ്റെ കുളത്തൊക്കെ ശരിയാണോ നോക്കാം, അല്ലെങ്കിൽ പിന്നെ പാതി വഴി അത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തിട്ട് വരേണ്ടി വരും. അങ്ങനെ ഞാനിതാ ചൊങ്കത്തേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം എനിക്കുണ്ട് കല്യാണം, ഉമ്മാക്കുണ്ട് കല്യാണം, അനിയൻക്കുണ്ട് കല്യാണം. ഉമ്മാക്കുള്ളവിടെ തന്നെയാണ് അനിയൻക്കുള്ള കല്യാണം. അപ്പം ഞാൻ ഫുൾ റെഡിയായി സെറ്റപ്പായി. എന്താണ് നമ്മളെ കോസ്റ്റ്യൂം. ഞാൻ അങ്ങനെ ചുരിദാറൊന്നും ഇടലില്ല. എൻ്റെ അടുത്ത് ആകെപ്പാടുള്ള 2-3-4 ചുരിദാറുള്ള ഒരു ചുരിദാറാണ് ഇത്. 2-3-4 മൂന്നെണ്ണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂട്ടിമ്മലാണ് പോകുന്നത്. അങ്ങനെ ഹെൽമെറ്റ് മസ്റ്റാണ്. അപ്പോൾ അങ്ങാടി വരെ ഞാനും ഉമ്മയും അനിയനും കൂടി ട്രിബിൾ വെച്ചിട്ടാണ് പോകുന്നത്. ബിക്കോസ് വണ്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പാതി വഴി നിന്ന് പോയാൽ ഞാൻ പ്രശ്നത്തിലാവും. അപ്പോൾ ഒരു വന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി പോവാണ്. ഞാൻ എന്നിട്ട് സ്കൂട്ടിമ്മ പോവും, ഒരു ബസ്സിന് പോവും. അങ്ങനെയൊക്കെയാണ് പ്ലാനിങ്. ഞങ്ങൾ ഫുള്ള് വർത്താനം പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ ഞാൻ എത്തിയ പാടന്നെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഈ ടീംസൊക്കെ സ്ഥലം പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഫുഡും കഴിക്കാണ്ട്. അങ്ങനെ ഇച്ചിരി ലേറ്റായി പോയി, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ പോസ്റ്റാക്കി കുറച്ച് നേരമൊക്കെ ഇരുന്ന്, കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് എല്ലാവരും ഒന്ന് മുഖം കാണിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്ന്. ഇവരൊക്കെ എന്തിനാ മുഖം പൊത്തിയിരിക്കണമെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഞാൻ ആദ്യം തന്നെ കഴിച്ചത് ബിരിയാണി ആയിരുന്നു. ഐ തിങ്ക് അത് കോഴി ബിരിയാണിയാണ് തോന്നുന്നത്. അങ്ങനെ പറയാനില്ലാത്ത കാര്യങ്ങളില്ല. കഴിഞ്ഞ കല്യാണത്തിനന്ന് കണ്ടതാണ്, എന്നാലും കൊല്ലങ്ങൾ മുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. എന്താ ചെയ്യുക, ഇപ്പോൾ എല്ലാവരും യൂഷ്വലി ഇങ്ങനെ തന്നെ ആവും. അപ്പോൾ കല്യാണത്തിനെ പറ്റി പറയാൻ വന്നത്, 3 ആൾക്കാരെ കല്യാണമാണ് നടക്കാൻ പോണത്. 2 ട്വിൻസും പിന്നെ ഓരോ കൂടെ തന്നെ ഉള്ളൊരു കസിനും. അങ്ങനെ 3 പേരെ കല്യാണമാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അവിടെ ഒരാളെ എൻട്രി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോത്തിന് ഒരാൾ ഇത് ഇവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, സൂം ചെയ്തിട്ട് അതൊരാൾ. പിന്നെ ഒരാൾ ഇത് അവിടെ ഡാൻസ് കളിക്കുന്നത്. പുതിയാപ്പിള സ്റ്റേജിൻ്റെ ആ ഗാനം കേട്ടിട്ട് ഇങ്ങനെ പോവാൻ നിൽക്കുകയാണ്. പിന്നെ എല്ലായിടത്തും ഉണ്ടാവും ഇങ്ങനെ നേരം വെക്കി വരുന്ന ഒരാൾ. ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളാണ്. അങ്ങനെ ആൾ ചോദിക്കാം നമ്മൾ ഫുഡ് കഴിച്ചു വന്നു. ഞങ്ങളൊക്കെ എപ്പോഴോ കഴിച്ച് വന്നിരിക്കുകയാണെന്നുള്ള ഓൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഓളെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിട്ടു. അങ്ങനെ ഗൈസ് 1 eternity later അവൾ അവിടെ നിന്ന് നടന്ന് ആ സ്റ്റേജിൻ്റെ അങ്ങോട്ട് എത്തി. ടൈം ലാഗിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ വിചാരിച്ചത് ഇപ്പോൾ എന്താ ഇങ്ങനെ ലാഗ് ആക്കണമെന്ന്. അങ്ങനെ അവസാനം അവർ ഒരുമിക്കുകയാണ് ഗൈസ്. കേട്ടില്ലേ ഒരു പൂ കൊടുക്കുമ്പോൾ ഇടാൻ പറ്റിയ പാട്ടാണ് ഓരിട്ടത്. പിന്നെ ഓരോ കല്യാണമല്ലേ, പിന്നെ അതൊക്കെ കേട്ടപ്പോൾ ഓരോരുത്തരുടെ മുഖഭാവം അങ്ങനെ എന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്തു, എന്തൊക്കെയോ സംഭവിച്ചു. അങ്ങനെ ഉണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് ഒരാൾ വരുന്നത്, എല്ലാവരും ചോറുന്നലും ഒക്കെ കഴിഞ്ഞിട്ട് ഓള് കവറും പിടിച്ച് വരികയാണ്. എന്താ ചെയ്യുക, കുട്ടി നേരം വൈകിട്ട് എത്തിയത്. പച്ച കവറിൽ ഓർക്കുള്ള ഗിഫ്റ്റാണ് അത്ര. അങ്ങനെ ഇരുന്നോട് തന്നെ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ചെതലൊടിക്കാമെന്നല്ലാതെ വേറെ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളെ ബാക്കി ടീംസ് ഉണ്ടാവും അവിടെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോക്കിട്ടൊന്ന് വർത്താനം പറയുക. കുറേ ആൾക്കാരൊക്കെ അന്ന് 10ാം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നെന്ന് കണ്ടതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരുടെ അടുത്തും പോയി സംസാരിച്ചു, ചിരിച്ചു, കളിച്ചു. എല്ലാവരും കണ്ടില്ല ഞങ്ങൾ. കുറേ ആൾക്കാരൊക്കെ ഇതേപോലെ തന്നെ അതിന് മുന്നൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്ന ഒരു കല്യാണത്തിൻ്റെ, അതിലുള്ള ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ ഇവൾക്ക് എന്തൊക്കെയോ ചെയ്യണം, അവൾക്ക് തന്നെ അറിയില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഗൈസ് ഐഷാസ് കിച്ചൺ ദേ നിൽക്കണ ഒരു ബ്രൗൺ കളർ ഷാൾ ഇട്ടിട്ട്. ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോഴും ഒരാൾക്ക് ഇവിടെ ഐഷാസ് കിച്ചൺ ആരാന്ന് പോലും അറിയാത്ത ചില ആൾക്കാരുണ്ട്. ആരാ എന്താ വെച്ചിട്ട് അറിയിച്ചില്ല. എന്താ ഇങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ എന്ത് പറയും. അതൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തുന്നു. പക്ഷെ ഒരു ഫുൾ ബിസി, ഫോട്ടോ എടുക്കുന്നു,
എന്താ ചെയ്യാൻ, നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങാൻ പോയി. അറിയാം 3 ആൾക്കാരെ കല്യാണം ആയതുകൊണ്ട് ഇപ്പം തന്നെ ഒന്നും വിളിക്കൂല, എന്നാലും ഞങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടായെന്ന് തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർക്ക് ഇളകിക്കണം ഫോട്ടോ എടുക്കാൻ വിളിക്കാത്തതുകൊണ്ട്. ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് കല്യാണത്തിന് വന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അങ്ങനെ അവസാനം റജിലൻ്റെ ആ ഒരു താല്പര്യപ്രകാരം നമ്മളെ ഫോട്ടോ എടുക്കാൻ കയറ്റി. ഒരു കാക്കാൻ്റെ അടുത്ത് ഫോൺ കൊടുത്തത്, അത് മൂപ്പര് എന്തൊക്കെയോ ചെയ്ത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയായി. 3 ആളെ കല്യാണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളെപ്പാണ് ഫോട്ടോ എടുക്കാൻ പറ്റുക. എന്താ ചെയ്യുക, ഓരോരോ നിയോഗങ്ങളെ. അപ്പോൾ ഇതിന് വണ്ടി വരികയാണ്, ആ ഫോട്ടോ എങ്ങനെ ഉണ്ട് എന്ന്. അങ്ങനെ ഗൈസ് ബിരിയാണി എന്ന ക്ഷീണം മാറ്റാനും അവിടെ നിന്ന് വർത്താനം പറഞ്ഞതിൻ്റെ ക്ഷീണം മാറ്റാനും കുറേ ചിലക്കൽ മാത്രം നടന്നിട്ടുള്ളൂ. അതിൻ്റെയൊക്കെ ക്ഷീണം മാറ്റാൻ ഞങ്ങൾ നേരെ താഴെ പോയിട്ട് വെള്ളം കുടിക്കാൻ അങ്ങോട്ട് അങ്ങനെ എന്തോ ഭാഗത്തിന് ചെന്നപ്പോഴത്തേന് ഞങ്ങൾക്ക് വെള്ളമൊക്കെ കിട്ടി. പിന്നെ ഈ ആക്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പാട്ടാണ് അവിടെ ഓടണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അത് കഴിഞ്ഞതിന് ശേഷം 3 ആളെയും ഫൈനലി ഞങ്ങൾക്ക് അവിടെ കിട്ടി. അതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും കൂടി ഓടുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, സ്റ്റേജിൻ്റെ 2 സൈഡിലും ആൾക്കാരാണ്. ഓറഞ്ച് ടീമുമായിട്ട് നീല ടീമുമായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്ന കാര്യത്തിലുള്ള റിസ്ക് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ക്യൂ നിൽക്കല്ലാതെ വേറെ ഒരു വഴിയില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയമൊന്നും നിന്ന്. പിന്നെ ഇതാണ് നമ്മളെ സെക്കൻഡ് ബ്രൈഡ്. ഇവർ നേരത്തെ കാണിച്ചാലും ഇതുമാണ് ട്വിൻസ്. പിന്നെ ഇത് തേർഡ് വൺ, ഇത് ഇവരെ ഒരു കസിൻ. അങ്ങനെ ഇവർ 3 പേരെ കല്യാണമാണ് ഗൈസ് നമ്മളിന്ന് കൂടാൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഇവർ മഹറൊക്കെ നോക്കുകയാണ്. എല്ലാവർക്കും പ്രചോദനമായി റജിലൻ്റെ രോദനൊക്കെ കേട്ടില്ല ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഓരോട് പോക്കൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ അവിടുന്ന് ഇറങ്ങി. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഫോട്ടോ സെഷനാണ്. അതിതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല, ഓരെല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത്. എൻ്റെ ടെൻഷൻ മൊത്തം എൻ്റെ വണ്ടിൻ്റെതായിരുന്നു. വണ്ടി ഡബിൾ സ്റ്റാൻഡിലിട്ട് കിക്കർ അടിച്ചാലേ വണ്ടി പോവുള്ളൂ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ നടന്നില്ല. പിന്നെ ഫിദ വരേണ്ടി വന്നു ആ വണ്ടി ഒന്ന് സ്റ്റാർട്ടാകാൻ വേണ്ടി ഗൈസ്. ഹോപ്പി ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സജഷൻസ് കമൻസ് കൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.